ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മസന്യാസ യോഗം, അതിലെ 2-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മളിവിടെ നോക്കുന്നത്. കഴിഞ്ഞ ശ്ലോകം പറഞ്ഞ സമയത്ത് പറഞ്ഞു, അർജുനൻ്റേതായിട്ട് ഒരൊറ്റ ശ്ലോകമാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. അതുകൂടാതെ 5-ാമത്തെ അധ്യായത്തിൽ 28 ശ്ലോകങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട്. അങ്ങനെ 29 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അതിൽ അർജുനൻ്റെ 1-ാമത്തെ ചോദ്യരൂപേണ ഉള്ള ഒരു ശ്ലോകം, അതാണ് സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്ന് പറഞ്ഞത്. അതായത്, അല്ലയോ കൃഷ്ണ, കർമ്മങ്ങളുടെ പരിത്യാഗത്തെയും കർമ്മയോഗത്തെയും രണ്ടിനെയും കുറിച്ച് അങ്ങ് പ്രശംസനീയമാം വണ്ണം പറഞ്ഞു. പ്രശംസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, രണ്ടും ശ്രേയസ്കരമാണ്. അപ്പോൾ കർമ്മയോഗം എന്ന് പറയുന്നത് യോഗത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മത്തെ നിർവഹിക്കുക എന്നുള്ളതും, കർമ്മസന്യാസം എന്ന് പറയുന്നത് കർമ്മത്തെ പരിത്യജിക്കുക എന്നുള്ളതുമാണ്. ഇത് രണ്ടും ഒരേപോലെ ഒരാളിന് എങ്ങനെ നിർവഹിക്കാൻ സാധിക്കും? രണ്ടും ഒരേപോലെ ഒന്നുകിൽ കർമ്മത്തെ പരിത്യജിക്കേണ്ടി വരും, അല്ലെങ്കിൽ യോഗത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മം നിർവഹിക്കേണ്ടി വരും. പരിപൂർണ സമർപ്പണത്തോടുകൂടി കർമ്മം നിർവഹിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ രണ്ടിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞു. പക്ഷേ അതിൽ ഏതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ഏതാണ്? ആ ഒന്നിനെ സുനിശ്ചിതമായിട്ട് ഉറപ്പിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്നാണ് 1-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറഞ്ഞു. അതിൻ്റെ സമാധാനമെന്നോണമാണ് ഇനി 28 ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നത്. അതിലെ ഈ 2-ാമത്തെ ശ്ലോകം, ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ്സകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്, അല്ലയോ അർജുന, സന്യാസ കർമ്മയോഗ ച, സന്യാസവും കർമ്മയോഗവും നിശ്രേയസ്കരൗ, മോക്ഷപ്രദായകമാണ്. അതായത് കർമ്മസന്യാസവും കർമ്മയോഗവും അത് ഏതായാലും രണ്ടും മോക്ഷം ലഭിക്കുവാൻ ഉതകുന്നതാണ്, മോക്ഷദായകങ്ങളാണ്. തയോ തു, എന്നാൽ അവയിൽ വച്ച് കർമ്മസന്യാസാത്, കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗ വിശിഷ്യതേ എന്നാണ്. കർമ്മയോഗവും കർമ്മസന്യാസവും ഇത് രണ്ടും മോക്ഷദായകമാണ്, മുക്തിയെ നൽകുന്നതാണ്.
രണ്ടും ശ്രേയസ്കരം തന്നെയാണ്. പക്ഷേ ആ രണ്ടിൽ കർമ്മസന്യാസത്തേക്കാൾ, കർമ്മത്തെ പരിത്യജിക്കുന്നതിനേക്കാൾ കർമ്മയോഗം, യോഗത്തെ ആശ്രയിച്ചുകൊണ്ട് പരിപൂർണ സമർപ്പണത്തോടുകൂടി ഞാനെന്നോ എൻ്റെയെന്നോ എനിക്കെന്നോ ഇന്നതിനെന്നോ ചിന്തയില്ലാതെ കർമ്മം ചെയ്യുക എന്നുള്ളതിനു വേണ്ടി കർമ്മം ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി കർമ്മത്തെ നിർവഹിക്കുക എന്നുള്ളതാണ്. കർമ്മത്തെ നിർവഹിക്കാതിരിക്കലല്ല, കർമ്മത്തെ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്. അപ്പോൾ കർമ്മത്തെ പരിത്യജിക്കുക എന്നുള്ളതല്ല, കർമ്മത്തെ പരിത്യജിക്കുക എന്നുള്ളത് ശ്രേയസ്കരമാണ്, അതും മോശമല്ല, അതും ഒരു വ്യക്തിയെ മോക്ഷപദത്തിൽ എത്തിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായത്, വിശിഷ്ടമാകുന്നത് ഈ കർമ്മയോഗമാണ്. ഏതൊരു കർമ്മത്തെയും യോഗത്തെ ആശ്രയിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ, കർമ്മം എന്ന് പറയുന്നത് അവനവൻ്റെ നിയോഗമനുസരിച്ച് ചെയ്യേണ്ടുന്നതായിട്ടുള്ള പ്രവൃത്തി, അത് ഏത് പ്രവൃത്തിയായാലും ഓരോ വ്യക്തിക്കും നിയോഗം വെവ്വേറെയാണ്, വ്യത്യസ്തമാണ്, ഒരേപോലെ അല്ല. ഒരാളിൻ്റെ കർമ്മം ഒരാളിന് നിർവഹിക്കേണ്ടതായിട്ടുള്ള കർമ്മമല്ല മറ്റൊരാൾ നിർവഹിക്കേണ്ടത്. വ്യത്യസ്തമായ കർമ്മങ്ങളാണ് ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ടത്. ആ താൻ നിർവഹിക്കേണ്ടതായിട്ടുള്ള കർമ്മം എന്താണ്, തൻ്റെ നിയോഗം എന്താണ്, തന്നിൽ നിക്ഷിപ്തമായ കർമ്മം എന്താണ്, ആ കർമ്മത്തെ ഈശ്വരാർപ്പണമായിട്ട് യാതൊരുവിധ ഉപാധികളുമില്ലാതെ പരിപൂർണമായ സമർപ്പണത്തോടുകൂടി ഞാൻ ചെയ്യുന്നു, ഞാനിതാ ചെയ്യുന്നു എന്നോ ഇന്നതിന് വേണ്ടി ചെയ്യുന്നു എന്നോ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നോ ഇന്ന ആളിനു വേണ്ടി ചെയ്യുന്നു എന്നോ ഈ കർമ്മത്തിലൂടെ ഇന്ന ഫലം ലഭ്യമാകും എന്ന ചിന്തയോടുകൂടി ചെയ്യുന്നു എന്നോ ഇല്ലാതെ പരിപൂർണമായ സമർപ്പണത്തോടുകൂടി ഈശ്വരാർപ്പണമായി തൻ്റെ ദൗത്യത്തെ നിർവഹിക്കുക. ഹനുമാൻ രാമന് വേണ്ടി ചെയ്തതുപോലെ പരിപൂർണമായ സമർപ്പണമാണ് അവിടെ കാണുന്നത്. വലിയ കർമ്മമാണ് ചെയ്യുന്നത്. ജാംബവാൻ പറയുന്നു, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല ആഞ്ജനേയ എന്ന് പറയുന്നു ജാംബവാൻ. നിനക്ക് ചെയ്യാൻ അല്ലയോ ആഞ്ജനേയ, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരാൾക്കും ചെയ്യുവാൻ കഴിയില്ല. അപ്പം നിന്നിൽ നിക്ഷിപ്തമായ കർമ്മം സീതാദേവിയെ കണ്ടെത്തുക എന്ന ആ ഉത്തരവാദിത്വം, ശ്രീരാമദൂതനായിട്ട് രാവണ കോട്ടയിൽ ചെല്ലുക എന്ന ആ വലിയ ഉത്തരവാദിത്വം, അത് നിന്നിൽ എന്തുകൊണ്ട് വന്നു ചേർന്നു? നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അത് ജാംബവാൻ്റെ ആ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് രാമൻ്റെ പാദങ്ങളിൽ തൻ്റെ കർമ്മത്തെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും രാമനാമ ജപത്തിലൂടെ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമായിട്ട് രാമകാര്യമാണ്, എൻ്റെ കാര്യമല്ല, ഈ ചെയ്യുന്നത് രാമകാര്യമാണ്, ഈശ്വര കാര്യമാണ് എന്ന പരിപൂർണമായ സുദൃഢമായ വിശ്വാസത്തിലൂടെ ആ ഹനുമാൻ ആ കർമ്മത്തെ നിർവഹിച്ചു. ആ കർമ്മത്തെ ഹനുമാനാൽ നിർവഹിക്കപ്പെട്ട കർമ്മത്തെ, അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ആ വിധത്തിൽ കർമ്മം ചെയ്യുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം.
കർമ്മയോഗമാണ് പ്രധാനം, കർമ്മപരിത്യാഗമല്ല, കർമ്മത്തെ ത്യജിക്കലല്ല, കർമ്മത്തെ നിർവഹിക്കലാണ്. പക്ഷേ കർമ്മയോഗം എന്ന ആ യോഗത്തെ ആശ്രയിച്ചുകൊണ്ട്, യോഗഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, യോഗഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് കർമ്മത്തെ നിർവഹിക്കുവാൻ തയ്യാറാവണം. അതുകൊണ്ട് കർമ്മയോഗം തന്നെയാണ് ഈ കർമ്മപരിത്യാഗത്തേക്കാൾ അല്ലെങ്കിൽ കർമ്മ സന്യാസത്തേക്കാൾ ഏറ്റവും ശ്രേയസ്കരം, വിശിഷ്യമായിട്ടുള്ളത്. രണ്ടും മോക്ഷദായകമാണ് എങ്കിലും ഇതിന് കുറച്ച് വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രാധാന്യം കർമ്മയോഗത്തിനുണ്ട് എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത അർജുനന്മാരായ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. നമസ്തേ.